ഇതാണ് മഷിത്തണ്ട് കേട്ടോ. ഇതാണ് മഷിത്തണ്ട്. പണ്ട് കാലങ്ങളിൽ സ്ലേറ്റ് നമ്മൾ ചോക്ക് കൊണ്ട് സ്ലേറ്റിൽ എഴുതിയിട്ട് മായ്ക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ ചെടികളുടെ ഇലകളാണ്. ഇതാണ് നമ്മുടെ കുടങ്ങൽ എന്നും പറയും, ബ്രഹ്മി എന്നും പറയും. ഇത് ഇടിച്ച് പിഴിഞ്ഞ് എണ്ണ കാച്ചി തലയിൽ തേച്ച് കഴിഞ്ഞാൽ തലവേദന പോലുള്ള കൊടിഞ്ഞു പോലുള്ള അസുഖങ്ങളെല്ലാം മാറിക്കിട്ടും. ഈ ബ്രഹ്മി ഒരു ക്രീപ്പർ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ പടർന്നാണ് വളരുന്നത്. എന്ത് ചെമ്പരത്തി? കൂടച്ചെമ്പരത്തി. അടുക്ക് ചെമ്പരത്തി. അടുക്ക് ചെമ്പരത്തിയും കൂടച്ചെമ്പരത്തി. ഈ ചെടിയാണെങ്കിൽ താഴെ വീട് നടന്ന അമ്മ ഇതാണ് പിള്ളത്താളി. ഇത് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് തലയിൽ തേക്ക് വരുന്നു മുൻകാലങ്ങളിലൊക്കെ. പിള്ളത്താളി. ഇതാണ് നമ്മൾ പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴി. എത്ര രസകരമാണ്, നല്ല പച്ചപ്പുണ്ട്. ഇതാണ് അച്ചടിച്ചെടി. ഇങ്ങനെ കയ്യിൽ അമർത്തിയിട്ട് എടുക്കുമ്പോൾ വട്ടയില, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പിന്നെ ഇലയപ്പം ഉപയോഗിക്കുന്ന ഇല. ഇത് കൊക്കോ മരം. നമ്മളെ ഈ മരത്തിലെ കായിൽ നിന്നാണ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. മണി പ്ലാന്റ് ഇത് രസമായിട്ട് വളർന്നു കിടക്കുവാണ്. വാവ്, ഇതൊരു റബ്ബർ തോട്ടമാണ്, അതിനിടയിലാണ് ഫുൾ മണി പ്ലാന്റ്. വാവ്. പുഴയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു റോഡുണ്ട്. റോഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഒരു ആറുണ്ട്. ആ ആറിലാണ് നമ്മൾ പോകുന്നത്, ആ പുഴയിലേക്ക്. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ പുഴയിലേക്ക് എത്തി. ഇവിടെ ഇന്ന് പുഴ ക്ലീൻ ചെയ്യാൻ തൊഴിലുറപ്പില്ല നിറയെ ആൾക്കാർ വന്നേക്കാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ നിറയെ കുപ്പികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എടുത്തിട്ട് കഴുകാൻ പോവാണ്. ഇതിന് നമുക്ക് ബോട്ടിൽ കളർ ക്രാഫ്റ്റൊക്കെ ചെയ്യാം. എനിക്കൊരെണ്ണം വേണ്ടി. നിങ്ങൾക്കാർക്കല്ല, എനിക്ക് മറ്റു തോക്ക് കിടക്കുന്നു കുറേ. അമ്മ അങ്ങ് അറ്റത്ത് അഴുക്ക് പിടിച്ചിരിക്കാൻ നമ്മൾ കഴുകാൻ പോവാ. അതാ, ഇത് കഴുകണം. ഇതിൻ്റെ ആ മാണത്തൊക്കെ ഞണ്ടൊക്കെ. പക്ഷേ ഇങ്ങോട്ട് വരില്ലേ? അമ്മ ഇതും മീനെ കൊടുക്കുന്നുണ്ട്. എന്തിനെ? ഇതൊരു പഠനയാത്രയും കൂടിയായിരുന്നു. നമുക്ക് നിറയെ ഔഷധ ചെടികളൊക്കെ കിട്ടി. പിന്നെ കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു. നിറയെ ക്രാഫ്റ്റൊക്കെ ചെയ്യാം, വീട്ടിലെ ഭംഗിക്കൊക്കെ വെക്കാം. അപ്പോൾ ഇതൊരു പഠനയാത്ര കൂടിയായിരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ. ഔഷധ സസ്യങ്ങളും ഒക്കെ. അതാ ആ കുളം ഒന്ന് കാണിച്ചെടുത്തേര്. അമ്മ ഇറങ്ങട്ടാ. വെള്ളത്തിന് തണുപ്പുണ്ടോ?
മീനുണ്ടോ മീന്? ഞാൻ കാലൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. ൊരു സന്തോഷം, പ്രകൃതിയൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സന്തോഷം. ഇത് ഈ ആറിന്റെ പേരല്ലേ കൊടിഞ്ഞ മൂല ആറ്. കൊടിഞ്ഞ മൂല ആറ്.